आपको सीधे ले चलते हैं केरल के वायनाड, जहां प्रियंका गांधी वाड्रा का संबोधन जारी है। ഓരോ ഭരണഘടനാ സ്ഥാപനത്തെയും ഇല്ലാതാക്കാൻ അവർക്ക് സാധ്യമായതെല്ലാം ബിജെപി സർക്കാർ ചെയ്തു എന്നാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. Anybody who fights for you, anybody who speaks out against them, anybody who speaks out for you is harassed, intimidated and brought to their knees. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആര് ബിജെപിക്കെതിരെ പറയുന്നു, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്, അധിക്ഷേപിക്കുകയാണ്, അവരെയൊക്കെ മുട്ടുകുത്തുകയാണ് ഈ ബിജെപി ഗവൺമെന്റ് ചെയ്യുന്നത്. Today, their leaders are even talking about changing the constitution. It is the constitution which protects your rights. It is the constitution that sees each one of you as equal. It is the constitution that gives you your right to vote, your right to reservations, and every right that makes you strong. And their leaders are going all across the country, slowly talking about the fact that if you give them another majority in this election, they are going to change the constitution. അത് മാത്രമല്ല, ഈ രാജ്യത്തെ ഭരണഘടനയെ മാറ്റി എഴുതുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നത് ഈ ഭരണഘടനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നൽകുന്നത് ഈ ഭരണഘടനയാണ്. ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചാൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടന മാറ്റി എഴുതും എന്നാണ് ഈ ബിജെപി സർക്കാർ രാജ്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. It must be the first time in the history of this nation and our democracy that two sitting chief ministers have been jailed right at the time of the elections. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലും ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലും ആദ്യത്തെ പ്രാവശ്യമായിരിക്കും ഈ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാരെ ബിജെപി ജയിലിലാക്കിയിരിക്കുന്നത്. Hemant Soren ji is a tribal chief minister. He has been harassed endlessly and today they have put him in jail as well. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ ജി. അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുകയും വേട്ടയാടുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ അവർ ഇന്ന് ജയിലിലാക്കിയിരിക്കുകയാണ്. The situation is thus that Congress party's accounts have been closed by this government just before the elections so that we do not have the strength to fight the elections in the way that we can. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത്